ഹലോ, ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ ചിലവുകളെ വരുമാന സൗഹൃദമാക്കാൻ വേണ്ടി ഓരോ ചിലവ് ചെയ്യുന്നതിന് മുൻപും കുറച്ച് പൈസ മാറ്റിവെക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ചിലവുകളെ വരുമാന സൗഹൃദമാക്കുന്നതിനുള്ള മറ്റൊരു മാർഗം ചിലവുകളുടെ ആഹരണ ശേഷി കുറയ്ക്കുക. എത്ര പണം കിട്ടിയാലും അത് മുഴുവൻ ഉപയോഗിച്ച് തീർക്കാനുള്ള, വേണ്ടി വന്നാൽ കടം വാങ്ങിയും പണം ഉപയോഗിച്ച് തീർക്കാനുള്ള ചിലവുകളുടെ ആ അടിസ്ഥാന സ്വഭാവത്തിന് വ്യത്യാസം വരുത്തുക. നമ്മൾ കൊടുക്കുന്ന പണം ചിലവുകൾക്ക് മുഴുവനും ആവശ്യമില്ലാതെ വരിക, അതിൽ ബാക്കി ഉണ്ടാകുക എന്നുള്ളതാണ്. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഓരോ ചിലവുകൾ ചെയ്തു കഴിയുമ്പോഴും അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് പൈസ, എത്ര നിസ്സാരമായാലും നമ്മൾ മാറ്റിവെക്കണം. അത് നമ്മുടെ കയ്യിൽ ക്യാഷായിട്ട് സൂക്ഷിക്കാം, അല്ലെങ്കിൽ വേറൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എത്ര തുക കിട്ടിയാലും അത് ചിലവുകൾക്ക് മതിയാകാത്ത ആ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു. ചിലവുകൾക്ക് പഴയതുപോലുള്ള ആഹരണ ശേഷിയില്ല എന്നുള്ള ഒരവസ്ഥ വരുന്നു. ചിലവുകൾ കുറഞ്ഞ പൈസ കൊണ്ട് തൃപ്തിപ്പെടുന്ന അവസ്ഥ വരുന്നു. ഓരോ ചിലവ് കഴിയുന്തോറും നമ്മുടെ കയ്യിൽ പണം ബാക്കി ഉണ്ടാകുന്നു. അപ്പോൾ ഇന്നലത്തെയും ഇന്നത്തെയും വീഡിയോകൾ സംഗ്രഹിച്ചാൽ അല്ലെങ്കിൽ കൂട്ടിച്ചേർത്താൽ നമ്മൾ മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യം, ചിലവുകളെ വരുമാനമാക്കി മാറ്റുകയാണെങ്കിൽ, ഇവിടെ ചിലവ് ചെയ്യുന്നതിന് മുൻപും ചിലവ് ചെയ്തതിന് ശേഷവും അത് വരുമാനം കൊണ്ടുവരുന്നു. അപ്പോൾ ചിലവുകൾ വരവുകളായിട്ട് മാറുന്നു. അത് സാമ്പത്തിക ജീവിതത്തിന് വളരെയധികം ആശ്വാസം നൽകുന്നു, സംരക്ഷണം നൽകുന്നു. ചിലവുകൾ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായി മാറുന്നു. കാരണം ഓരോ ചിലവും നമുക്ക് 2 പ്രാവശ്യം വരുമാനം തരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.